നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം നമ്മുടെ ഭവനങ്ങളിൽ നടുന്ന ചെടികൾക്ക് അവരുടെ ദിശയെ അടിസ്ഥാനമാക്കി വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ നാം നോക്കുമ്പോൾ ഒരു ഗൃഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറേ മൂലയാണ്. അഥവാ അതിനെ കന്നിമൂല എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എത്ര ദാരിദ്ര്യവും ദുഃഖവും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഭവനങ്ങളാണെങ്കിലും കന്നിമൂലയിൽ ചെടികൾ നട്ടുവളർത്തുന്നത് മൂലം ആ വീടിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കുടുംബത്തിലുള്ള എല്ലാവർക്കും മനസ്സമാധാനവും വളരെ മികച്ച രീതിയിലുള്ള ആരോഗ്യസ്ഥിതിയും സന്തോഷവും വന്നു ചേരാൻ ഇടയാക്കുന്ന 3 ചെടികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചെടികൾ ഏതെല്ലാമാണെന്നും ചെടികൾ നടുന്നതിന് മുൻപായി കന്നിമൂലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം കാലാകാലങ്ങളായി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഭാഗമാണ് കന്നിമൂല എന്നത്. അതുപോലെ തന്നെ ഈ കന്നിമൂല ഭരിക്കുന്നത് അസുരനാണ്. അതുകൊണ്ട് തന്നെ കന്നിമൂലയിൽ ചെയ്യുന്ന ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും ആ ഭവനത്തിൽ വളരെയധികം ദോഷഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഏതൊരു വീടിൻ്റെയും വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ കന്നിമൂല. അതിനാൽ തന്നെ ഏതൊരു വീടിൻ്റെ ആണെങ്കിലും ഈ കന്നിമൂല എന്ന് പറയുന്ന ഈ ഭാഗം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും അവിടെ നല്ല വൃത്തിയും ശുദ്ധവുമായി ഇടാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൻ്റെ കന്നിമൂലയിൽ വരുന്ന മുറി ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറികളായിരിക്കാം. എന്നിരുന്നാലും ഈ മുറികളെല്ലാം വളരെ ശുദ്ധവും വൃത്തിയുമായി എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ആ മുറിയിൽ അലങ്കോലമായി ഒന്നും വലിച്ചുവാരി ഇടുകയോ ചപ്പുചവറുകൾ കൂട്ടിയിടുകയോ തൂക്കാതെയോ തുടയ്ക്കാതെയോ അങ്ങനെയൊന്നും ഇടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കന്നിമൂലയിൽ ബെഡ്റൂമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂം ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവുമായി ജീവിക്കാൻ ഉത്തമമായ മുറി കൂടിയാണ് ഈ കന്നിമൂലയിലുള്ള ബെഡ്റൂം. കാരണം കന്നിമൂലയിലുള്ള മുറിയിൽ ജീവിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്രദവും ഐശ്വര്യപ്രദവുമായിരിക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കന്നിമൂലയിലുള്ള കിടപ്പുമുറി ഒരു കാരണവശാലും ഒഴിച്ചിടാൻ പാടില്ല എന്നത്. ഇത്തരത്തിൽ കന്നിമൂലയിലെ കിടപ്പുമുറി ഉപയോഗശൂന്യമായി ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യതടസ്സങ്ങളെല്ലാം വന്നു നേരിടുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ദുഃഖത്തിനും ദുരിതത്തിനുമെല്ലാം ഇടവരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ കരുതി, അതായത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും ആ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം നേരിടുക, അതുപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ദുഃഖങ്ങൾ നേരിടേണ്ടി വരിക, ഇതെല്ലാം കന്നിമൂലയിലെ മുറി നിങ്ങൾ ഒഴിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഫലമായി സംഭവിക്കാവുന്നതാണ്. കൂടാതെ മക്കൾക്ക് പലതരത്തിലുമുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും അവരുടെ പഠന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുക, ഇതെല്ലാം കന്നിമൂലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കാരണമായേക്കാം. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലുള്ള ആ ഭാഗത്ത് ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു ഇടവരുത്തരുത്. കിണർ, മഴവെള്ള സംഭരണി, സെപ്റ്റിക് ടാങ്ക്, ബാത്റൂം അതുപോലെയുള്ളതൊന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ പല വീടുകളിലും കന്നിമൂലയിലേക്ക് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് വെള്ളമോ അല്ലെങ്കിൽ വീടിൻ്റെ വാഷ് ബേസിനിൽ നിന്നുള്ള വെള്ളമോ ഇതൊക്കെ പോവാനുള്ള ടാങ്ക് അതൊക്കെ കെട്ടുന്നത് പതിവാണ്. അത്തരത്തിലുള്ള വെള്ളമോ വേസ്റ്റ് വെള്ളമോ അതുമല്ല ശുദ്ധജലമാണെങ്കിൽ പോലും കന്നിമൂലയിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനുള്ള ഇടവരുത്തരുത്. വെള്ളം കെട്ടി നിൽക്കരുത് എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള വേസ്റ്റ് വെള്ളമെല്ലാം ഒഴുകുന്ന ചാലുകൾ ഈ കന്നിമൂലയിലൂടെ ഒരു കാരണവശാലും കടന്നു പോകാൻ പാടുള്ളതല്ല. അതുപോലെ കന്നിമൂലയിൽ ഒരു കാരണവശാലും നടപ്പ് വഴിയാക്കാനും പാടുള്ളതല്ല. ഈ കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ചിട്ട് എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഒരു പ്രദേശമാണ്. അത് ഒരു കാരണവശാലും നമ്മൾ വെട്ടിക്കുഴിക്കുകയോ താഴ്ത്തുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 4 മൂലയിലും വെച്ച് നോക്കുമ്പോൾ കന്നിമൂല എപ്പോഴും ഒരു ഇത്തിരി ഉയർന്നിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അത്തരത്തിൽ
കന്നിമൂലയിൽ വെട്ടിത്താഴ്ത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു തരത്തിലുമുള്ള മനസ്സമാധാനവും ഉയർച്ചയും സന്തോഷവും ഉണ്ടാവുന്നതല്ല. അതുമാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് പലതരത്തിലുമുള്ള രോഗങ്ങൾ നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ അന്യോന്യം വളരെയധികം കലഹിക്കുന്ന ഒരു പ്രവണതയും ഉണ്ടാവാൻ കാരണമാകും. കന്നിമൂലയിലുള്ള മുറിയിൽ വളരെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണ്. അതായത് വളരെ ഭാരം കൂടിയ തരത്തിലുള്ള അലമാരി, മേശ, കട്ടിൽ തുടങ്ങിയ ഭാരമുള്ള ഗൃഹ ഉപകരണങ്ങൾ നിങ്ങൾ കന്നിമൂലയിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കന്നിമൂലയിൽ വയ്ക്കുന്ന അലമാരയിൽ നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വയ്ക്കാൻ നോക്കുക. അതായത് സ്വർണമോ പണമോ അങ്ങനെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ കന്നിമൂലയിലുള്ള അലമാരിയിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തിച്ചേരാനും ഇടവരുത്തുന്നതാണ്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ഈ അലമാരയിൽ വയ്ക്കുമ്പോൾ ഒരു ചുവന്ന തുണിയിൽ കെട്ടിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം സമ്പത്ത് ആകർഷിക്കാൻ സഹായകമാകും. കന്നിമൂലയിൽ ഈ പറയുന്ന ചെടികൾ നടുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ കന്നിമൂലയിൽ ഇപ്പോൾ കിടപ്പുമുറിയല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു മുറികൾ ഏതുമായിക്കൊള്ളട്ടെ, ഈ മുറികൾ വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ്. ഇനി കന്നിമൂലയിൽ ഏതെല്ലാം ചെടികൾ നടുന്നതാണ് അത്യുത്തമം എന്ന് നമുക്ക് നോക്കാം. ഈ ചെടികൾ നടുന്നത് മുഖേന നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെയേറെ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. അത്തരത്തിൽ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് മുക്കൂറ്റിയാണ്. മഞ്ഞ നിറത്തിൽ പൂക്കൾ വിരിയുന്ന ഈ മുക്കൂറ്റി പോസിറ്റീവ് എനർജിയുടെ ഒരു കലവറ തന്നെയാണ്. ഈ മുക്കൂറ്റി നിങ്ങളുടെ കന്നിമൂലയിൽ നടാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഒരു ചെടി തന്നെയാണ്. രണ്ടാമതായി, നിങ്ങളുടെ ഭവനത്തിൻ്റെ കന്നിമൂലയിൽ നട്ടുവളർത്താൻ പറ്റിയ വളരെ ഉത്തമമായ ഒരു ചെടിയാണ് മഞ്ഞൾ. ഇതുപോലെ മഞ്ഞൾ ചെടികൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ കന്നിമൂലയിൽ നട്ടു വളർത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ അത് തീർച്ചയായും നട്ടു വളർത്താനായി ശ്രദ്ധിക്കുക. ഈ മഞ്ഞൾ ചെടി തഴച്ചു വളരും തോറും നിങ്ങളുടെ ഭവനത്തിലേക്ക് സമ്പത്തിനെയും ഐശ്വര്യത്തെയും എല്ലാം ആകർഷിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ ഒരു ചെടി തന്നെയാണ് ഈ മഞ്ഞൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ദുർച്ചിലവുകൾക്കും ഒക്കെ പരിഹാരമെന്നോണം കന്നിമൂലയിൽ മഞ്ഞൾ ചെടി തഴച്ചു വളരും തോറും മാറിപ്പോകും എന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം പറയപ്പെടുന്നത്. മൂന്നാമതായി, നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടി തുളസിയാണ്. ഇത്രയേറെ പോസിറ്റീവ് എനർജിയെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള മറ്റൊരു ചെടിയില്ല എന്നു തന്നെ പറയാം. ഈ 3 ചെടികളും നല്ല രീതിയിൽ കന്നിമൂലയിൽ തഴച്ചു വളരുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവുമെല്ലാം നിലകൊള്ളും എന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിന് എന്തെങ്കിലും ശത്രുദോഷമോ കണ്ണേറോ അത്തരത്തിലുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ കന്നിമൂലയിൽ നടുന്നത് മുഖേന നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടുവാനായി സഹായകമാകും. ഈ 3 ചെടികളും കന്നിമൂലയിൽ വളർത്തുന്നതിലൂടെ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ഭവനത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം ലഭിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ കന്നിമൂലയിൽ ഈ പറഞ്ഞ ചെടികളെല്ലാം നട്ടു വളർത്തിയൊന്ന് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നന്നായി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്.